വെൽക്കം ടു മെഡ് ഹെഡ് അപ്പ്. അപ്പോൾ ഇത് നോക്കുന്ന ടാബ്ലറ്റ് ഇവാലുവേഷൻ ആണ്. കുറച്ച് ബി ഫാമിൻ്റെ കുറച്ച് പോർഷനും കൂടെ കയറി വരുന്നുണ്ട്. പക്ഷേ ടാബ്ലറ്റ് ഇവാലുവേഷൻ പഠിക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് എല്ലാം നമുക്കറിയണം. സോ കണ്ടന്റ് യൂണിഫോമിറ്റി, ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, ഡിസൊല്യൂഷൻ, ഡിസിൻറ്റിഗ്രേഷൻ, മെക്കാനിക്കൽ പ്രോപ്പർട്ടി, അതൊക്കെ തന്നെയാണ്. എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ എന്നാൽ കുറച്ച് പഠിക്കുമ്പോൾ അധികമായിട്ട് പഠിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഷേപ്പ് ആൻഡ് അപ്പിയറൻസ് ആണ്. സോ നമ്മുടെ ഫാർമക്കോളജി പറയുന്ന പോലെ തന്നെ ഒരു ടാബ്ലറ്റിന് ഉണ്ടാവേണ്ട ഷേപ്പും സൈസും ഉണ്ട്. ഒന്നെങ്കിൽ സർക്കുലർ വിത്ത് ഫ്ലാറ്റ് ഓർ കോൺവെക്സ് ഫേസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാക്കേജിങ്, ഹാൻഡിലിംഗ് ഒക്കെ നമുക്ക് ഈസി ആകുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പിയറൻസ് ആണ്. അൺകോട്ടഡ് ടാബ്ലറ്റ് ആണെങ്കിൽ റിലേറ്റീവ്ലി യൂണിഫോം ടെക്സ്ചർ ആയിരിക്കണം. മൾട്ടി ലെയർ ടാബ്ലറ്റ് ആണെങ്കിൽ ഒരു സ്ട്രാറ്റിസ്ഫൈഡ് സ്ട്രക്ചർ ആയിരിക്കണം. കോട്ടഡ് ടാബ്ലറ്റ് ആണെങ്കിൽ സ്മൂത്ത് ഓഫൺ കളേർഡ് സർഫസ് ആയിരിക്കണം. ഇതൊക്കെ നമ്മുടെ ഫാർമക്കോളജി പ്രകാരം പറയുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്. സോ ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഷേപ്പ് ഇങ്ങനെ തന്നെ ആകണം എന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് സ്റ്റിൽ ഐഡിയൽ ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സർക്കുലർ വിത്ത് ഫ്ലാറ്റ് ഓർ കോൺവെക്സ് ഫേസ് ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അൺകോട്ടഡ് ആണെങ്കിൽ റിലേറ്റീവ്ലി യൂണിഫോം ടെക്സ്ചറും, മൾട്ടി ലെയർ ആണെങ്കിൽ സ്ട്രാറ്റിഫൈഡ് സ്ട്രക്ചറും, ആൻഡ് കോട്ടഡ് ടാബ്ലറ്റ് ആണെങ്കിൽ സ്മൂത്ത് ഓഫൺ കളേർഡ് സർഫസും ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് കണ്ടന്റ് ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് നമ്മൾ എങ്ങനെയാണ് ഒരു ടാബ്ലറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പാരസ്റ്റമോൾ തന്നെയാണോ അല്ലയോ നമ്മൾ അറിയുന്നത്. ഫസ്റ്റ് വൺ ഈസ് നമുക്ക് അസേ ചെയ്യാം കേട്ടോ. അസേ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ദ അസേ ഓഫ് 20 ടാബ്ലറ്റ് ഈസ് പെർഫോം ടു എൻഷുർ ദ കണ്ടന്റ് ഓഫ് ദ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ലൈസ് വിത്ത് ദ സ്പെസിഫിക് റേഞ്ച് ടിപ്പിക്കലി ബിറ്റ്വീൻ 90 ആൻഡ് 110%. സോ ബേസിക്കലി നമ്മൾ അസേ ചെയ്ത് നോക്കും. ഒരു 20 ഗുളിക എടുത്തിട്ട് നമ്മളത് അസേ ചെയ്യും. 20 തന്നെ വേണം എന്നൊന്നുമില്ല, പക്ഷെ നമ്മളൊരു കണക്ക് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 20 ഗുളിക എടുത്തതിന് ശേഷം നമ്മൾ അസേ ചെയ്ത് നോക്കും. സോ അതിൻ്റെ നമ്മൾ നോക്കൂട്ടോ തെറാപ്യൂട്ടിക് വാല്യൂ, ഈൽഡ് വാല്യൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട് കേട്ടോ. അത് വലിയൊരു അസേയാണ്, നമ്മൾ ബി ഫാം ലെവലിലൊക്കെ ചെയ്യാറുണ്ട്. സോ അസേയിൽ നമ്മൾ 90 to 110% ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത് നിർബന്ധം ആണ് എന്നുള്ളതാണ് കേട്ടോ. ഇനി യൂണിഫോമിറ്റി ആണ്. നമ്മൾ യൂണിഫോമിറ്റി ചെക്ക് ചെയ്യുമല്ലോ, ഓരോ ടാബ്ലറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും യൂണിഫോം ആയിട്ട് തന്നെയാണോ ഉള്ളത്. അത് ഡോസിങ് ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂണിഫോമിറ്റി എപ്പോഴും ചെക്ക് ചെയ്യുന്നത്. 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വേരിയേഷൻ. സോ വേരിയേഷൻ വരുന്ന അറിയാമല്ലോ, ഓൾറെഡി നമുക്കറിയാം. വെയിറ്റ് ഓഫ് ദ ഗ്രാനുൾസ്, സൈസ് ഓഫ് ദ ഗ്രാനുൾസ്. സോ അതൊക്കെ തന്നെയാണ് വേരിയേഷൻ വരാനുള്ള കാരണം. സോ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് അനാലിസ് ചെയ്ത് പ്യൂരിറ്റി ഉണ്ടോ, മെഡിസിൻ കഴിക്കുന്നത് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതൊക്കെ ഭയങ്കര ജസ്റ്റ് പറഞ്ഞു പോകാന്നുള്ളതേ ഉള്ളൂ, പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ടാബ്ലറ്റ് വെയിറ്റ് യൂണിഫോമിറ്റി ആണ്. സോ വെയിങ് പ്രൊസീജിയർ പറയാം. 20 ടാബ്ലറ്റ്സ് ആർ സെലക്ടഡ് റാൻഡം ആൻഡ് ദർ ആവറേജ് വെയിറ്റ് ഈസ് ഡിറ്റർമൈൻഡ്. സോ എങ്ങനെയാണ് വെയിറ്റ് യൂണിഫോമിറ്റി ഉണ്ടെന്ന് അറിയാമെന്ന് വെച്ചാൽ 20 ഗുളിക റാൻഡംലി എടുക്കുക. റാൻഡംലി അവിടെ നിന്ന് ഇവിടെ നിന്ന് പറക്കി എടുക്കുക. എന്നിട്ട് വെയിറ്റ് ആവറേജ് വെയിറ്റ് എടുക്കുക. ഓക്കെ. ദ ഫാർമക്കോപ്പി അലോ ഫോർ എ സ്മോൾ വേരിയേഷൻ ഇൻ ദ വെയിറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ടാബ്ലറ്റ്. ചെറിയ വേരിയേഷനൊക്കെ ഫാർമക്കോപ്പിയിൽ പറയുന്നുണ്ട് കേട്ടോ. അക്സെപ്റ്റിംഗ് ക്രൈറ്റീരിയ ഉണ്ട്. നോട്ട് മോർ ദാൻ 2 ഓഫ് ദ ഇൻഡിവിജ്വൽ ടാബ്ലറ്റ് വെയിറ്റ് ഷുഡ് ബി ഡീവിയേറ്റ് ഫ്രം ദ ആവറേജ് വെയിറ്റ്. സോ നമുക്കൊരു ആവറേജ് വെയിറ്റ് ഉണ്ട്. അതിൽ ആ വെയിറ്റും നമ്മുടെ ഇതിലുള്ള 2 ഗുളികളുടെ ഇൻഡിവിജ്വൽ വെയിറ്റിൽ തമ്മിൽ വേരിയേഷൻ വരാൻ പാടില്ല. നോട്ട് മോർ ദാൻ ആണ്. 2ൽ കൂടുതൽ ഗുളികകൾ ആവറേജ് വെയിറ്റുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, വേരിയേഷൻ വരാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഇത് യൂണിഫോം ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഒന്നും കൂടെ പറയാം, നമ്മൾ ടാബ്ലറ്റ് റാൻഡംലി 20 പിക്ക് ചെയ്യുക, വെയിറ്റ് ചെക്ക് ചെയ്യുക, അതിനുശേഷം നമ്മൾ പറയാം ആവറേജ് വെയിറ്റ് എടുക്കുക. ആവറേജ് വെയിറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, 2 ഗുളികകൾ കൂടുതലായിട്ട് വേരിയേഷൻ കാണിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ. ഇനി ഡിസൻറ്റിഗ്രേഷൻ ടെസ്റ്റ് ആണ്. അൺകോട്ടഡിന്, കോട്ടഡിന്, എൻട്രി കോഡിന് സെപ്പറേറ്റ് ആണ്. സോ അൺകോട്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസൻറ്റിഗ്രേഷൻ അപ്പാരറ്റസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി, കണ്ടിട്ട് പറ്റൂട്ടാ. സോ അതിലാണെങ്കിൽ വിത്ത് വാട്ടർ മീൻസ് 37 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഈ ഒരു ഡിസൻറ്റിഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി വെള്ളം ഒഴിച്ചാണ് ചെയ്യുന്നത്. 37 ഡിഗ്രി സെൽഷ്യസ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. എന്നിട്ട് സ്പെസിഫിക് ടൈം ഉണ്ട്. 15 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യണം, ഫുൾ ടാബ്ലറ്റ് ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യണം. അതായത് 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അതിൽ നിറച്ചിട്ടുള്ള വെള്ളത്തിൽ ഫുള്ളി മരുന്നും എന്ത് ചെയ്യണം, ഡിസോൾവ് ആകണം. ഇത് നമ്മുടെ വയറ്റിനകത്ത് നടക്കുന്ന പ്രക്രിയയാണ്. ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പുറത്ത് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഗുളിക എടുക്കുക, ഡിസൻറ്റിഗ്രേഷൻ അപ്പാർട്ട് ഇടുക, 37 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു 15 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യുക, നമ്മൾ നോക്കുക ഫുള്ളി ആവുന്നുണ്ടോ ഇല്ലയോ നോക്കാം കേട്ടോ. സോ നമുക്ക് നോക്കാം. പിന്നെയും വഴിയുണ്ട്, നമുക്ക് അതിനെടുത്തിട്ട് വീണ്ടും മസയൊക്കെ ചെയ്തൊക്കെ നോക്കാം കേട്ടോ. ഇനി കോഡ് ടാബ്ലറ്റ് ആണ്. സെയിം തന്നെയാണ്. കോഡ് ടാബ്ലറ്റ് ആണെങ്കിൽ ഇനിഷ്യൽ 5 മിനിറ്റ് ഇമേഴ്സ് ഇൻ ടു വാട്ടർ ടു ഡിസോൾവ് ദ സോലുബിൾ എക്സ്റ്റേണൽ കോട്ടിങ്. നമുക്കറിയാം ടാബ്ലറ്റിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്. ആദ്യം ആ കോട്ടിംഗ് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. സോ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ കോഡ് ടാബ്ലറ്റ് ആണെങ്കിൽ ആദ്യം ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെക്കുക. എന്നിട്ട് പുറത്തുള്ള കോട്ടിംഗ്
കളയുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഡിസൻറ്റിഗ്രേഷൻ ടെസ്റ്റ് ചെയ്യുക. പിന്നെ 0.1 നോർമൽ HCl പിന്നെ ഫോസ്ഫേറ്റ് ബഫർ pH 6.8 വെച്ചിട്ട് വേണം ചെയ്യാൻ. മേളിൽ നമ്മൾ വാട്ടർ ആണ് ചെയ്തതെങ്കിൽ ഇവിടെ 0.1 നോർമൽ HCl ബഫർ pH 6.8 ചെയ്യുക. ഇത് നമ്മളെ സെയിം നമ്മുടെ നമ്മളെ ബോഡിക്കകത്തുള്ള ബോഡി ഫ്ലൂയിഡിന്റെ സെയിം pHലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് എൻട്രി കോട്ട് ആണ്. സോ ഓൾറെഡി എൻട്രി കോട്ട് അറിയാം, ഇൻറ്റസ്റ്റൈൻ ആണ്. സോ നമ്മൾ ഫസ്റ്റ് എൻട്രി കോട്ട് ആണെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റ് ഈസ് 0.1 നോർമൽ HCl ഫോർ 2 hours, 0.1 നോർമൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് 2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. ദെൻ ഇനെ ഫോസ്ഫേറ്റ് ബഫർ pH 6.8 ഫോർ 60 മിനിറ്റ്, ഒരു 6.8 pH 60 മിനിറ്റ് വരെ നമ്മൾ ചെയ്യുക കേട്ടോ. ദ ടാബ്ലറ്റ് ഷുഡ് നോട്ട് ഷോ സൈൻ ഓഫ് ഡിസൻറ്റിഗ്രേഷൻ ഓർ ക്രാക്കിംഗ് ഇൻ ദ ആസിഡ് മീഡിയം. സോ ആസിഡ് മീഡിയത്തിൽ ഒരു കാരണവശാലും പൊട്ടുന്നതായിട്ടോ അല്ലെങ്കിൽ ക്രാക്കിംഗ് ഒന്നും കാണിക്കാൻ പാടില്ല. അപ്പോൾ ഒന്നും കൂടെ പറയാം, എൻട്രി കോട്ടിംഗ് ടാബ്ലറ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 0.1 നോർമൽ HCl 2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റിന് ഇടുക. ഫോസ്ഫേറ്റ് ബഫർ pH 6.8 ഫോർ 60 മിനിറ്റ്സിലായിരിക്കണം. പിന്നെ ടാബ്ലറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു രീതിയിലും ഡിസൻറ്റിഗ്രേഷനോ ക്രാക്കിങ്ങോ ഒന്നും ആസിഡ് മീഡിയത്തിൽ കാണിക്കരുത്. കാരണം എന്തുകൊണ്ടാണ്, ഇത് എൻട്രി കോട്ട് എപ്പോഴും ഇൻറ്റസ്റ്റൈനിലാണ് പോവേണ്ട. അപ്പം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആസിഡ് മീഡിയ എവിടെയാണ്, സ്റ്റൊമക്കിലാണ്. അപ്പോൾ സ്റ്റൊമക്കിൽ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സൈനും കാണിക്കാനായിട്ട് പാടില്ല. ഇനി ഡിസൊല്യൂഷൻ ടെസ്റ്റ് ആണ്. സോ ഡിസൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര പെർസെൻറ്റേജ് ഡ്രഗ് എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് കണ്ടീഷനിൽ സൊല്യൂഷൻ ആയി മാറുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ടാബ്ലറ്റ് എന്ത് ചെയ്യുന്നു, സോലുബിളൈസ് ആകുന്നു എന്നുള്ള ഡിസൊല്യൂഷൻ. കണ്ടോ, സൊല്യൂഷൻ ആകുന്നത് ഡിസൊല്യൂഷൻ ആകുന്നതാണ്. അപ്പോൾ സൊല്യൂഷൻ ആകുന്നുണ്ടോ ഇല്ലയോ എന്നറിയാനാണ് കേട്ടോ. മറ്റത് ഡിസൻറ്റിഗ്രേഷൻ. സോ ഡിസൻറ്റിഗ്രേഷൻ, ഇൻറ്റിഗ്രേഷൻ, ഡിസ്ഇൻറ്റിഗ്രേഷൻ, പൊട്ടിപ്പോകുന്നത്. ഡിസൊല്യൂഷൻ, സൊല്യൂഷനായി മാറുന്നത്. സോ അപ്പാരറ്റസ് ഉണ്ട്, ഒരു സിലിണ്ടറിക്കൽ വെസലാണ്, അതൊരു 1000 ml വരെ കൊള്ളു കേട്ടോ. ആ ഒരു അപ്പാരറ്റസിൽ നിങ്ങൾ ഫോട്ടോ അടിച്ച് നോക്കിയാൽ മതി, കാണാൻ പറ്റും. സോ അതിനകത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ഗുളിക കരുതിട്ട് കൊടുക്കും, എന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും, 36 to 37 ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ അതിൻ്റെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ, ആ സാധനം ഇങ്ങനെ ഗാസ്കറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 100 RPM ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നതാണ് ഈ അപ്പാരറ്റസ്. സോ നിങ്ങൾ അപ്പാരറ്റസ് ഒന്ന് നോക്കിയാൽ മതി, നെറ്റ് അടിച്ച് നോക്കിയാൽ മതി കേട്ടോ. സോ എന്താണ് ഇവിടെ നമ്മൾ ഗുളിക എത്രത്തോളം സബ്സ്റ്റൻസുകൾ, ഈ സബ്സ്റ്റൻസ് ടാബ്ലറ്റിൽ നിന്ന് സൊല്യൂഷനിലേക്ക് മാറുന്നു എന്നറിയുന്ന ടെസ്റ്റാണ് ഡിസൊല്യൂഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ട് കേട്ടോ. സോ ടാബ്ലറ്റ് ഹാർഡ്നെസ് ആണ് അടുത്ത് പറയുന്നത്. നമുക്ക് സ്ട്രെങ്ത്, നമുക്കിപ്പം കൊണ്ടുപോകുമ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും പാക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ടാബ്ലറ്റ് ഹാർഡ്നെസ് ഒരു കാര്യം തന്നെയാണ്. കാരണം കട്ടിയില്ലെങ്കിൽ പൊട്ടിപ്പോയില്ലേ. സോ റേഞ്ച് ഉണ്ട് കേട്ടോ, 2.5 to 5 kg/cm² ആണ്. ഡിസ്പേഴ്സിബിൾ അല്ലെങ്കിൽ ച്യൂവബിൾ ആണെങ്കിൽ 2.25 to 2.5 kg/cm². അതും സെയിം തന്നെയാണ്. എക്സ്റ്റൻഡ് റിലീസ് ആണെങ്കിൽ 5 to 7.5 ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നോർമലി ഒരു കൺവെൻഷനബിൾ ടാബ്ലറ്റ് ആണെങ്കിൽ 2.5 to 5 ട്യൂബിൾ ആണെങ്കിലും സെയിം തന്നെ. എക്സ്റ്റൻഡ് റിലീസ് ആണെങ്കിൽ 5 to 7.5 ആയിരിക്കും. ഇനി ഹാർഡ്നെസ് ടെസ്റ്റർ ഉണ്ട് കേട്ടോ, ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം ഉണ്ട്. സോ മൊൺസാൻഡോ, സ്ട്രോങ് കോബ്, ഫൈസർ എന്നൊക്കെയാണ് പറയുക. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നെറ്റ് അടിച്ച് നോക്കിയാൽ മതി. ഫൈസറൊക്കെ ഭയങ്കര ഫേമസ് സാധനമാണ്, മറന്നു പോകരുത്. സോ എത്രത്തോളം അത് പൊട്ടുന്നുണ്ട്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കൂട്ടെ ഇങ്ങനെ. അപ്പോൾ അതനുസരിച്ച് പൊട്ടുന്നുണ്ടോ വീഴുന്നുണ്ടോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നോക്കൂട്ടാം. നമ്മുടെ കോളേജിലൊക്കെ നമ്മൾ ടാബ്ലറ്റ് ഉണ്ടാക്കിയിട്ട് സാറിനെ തറയിട്ട് വെക്കും, പൊട്ടുന്നുണ്ടോ എന്ന് ഒരു ഹൈറ്റ് വെച്ചിട്ട് ഇട്ട് വെക്കും. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമായിരുന്നു. കോമഡിയാണ് ഞങ്ങൾ ടാബ്ലറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, മനസ്സിലാവും എങ്ങനെയാണ് എന്താണെന്ന് മനസ്സിലാവും. സോ ഫ്രൈബിലിറ്റി ടെസ്റ്റിംഗ് ആണ്. ഫ്രൈബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നത് ടാബ്ലറ്റിന് ഈ വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ പാക്കേജിങ്, ഹാൻഡ്ലിങ്ങും ട്രാൻസ്പോർട്ടും ചെയ്യുമ്പോൾ വിയർ ആൻഡ് ടിയർ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. സോ 20 ടാബ്ലറ്റ് വേ ചെയ്തിട്ട് ഫ്രൈബിലിറ്റി ടെസ്റ്ററിലേക്ക് വെക്കും. എന്നിട്ട് റോട്ടാർ ഉണ്ട്, 25 RPM 4 മിനിറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. 4 മിനിറ്റിൽ ഇങ്ങനെ 25 RPM ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ റീവെയിറ്റ് ചെയ്ത് നോക്കും, ഒന്നുകൂടെ വെയിറ്റ് എടുത്ത് നോക്കും. അപ്പം വെയിറ്റിൽ വേരിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, വെയിറ്റിൽ വേരിയേഷൻ വരാൻ പാടില്ല, ക്രൈറ്റീരിയ ഉണ്ട്, വെയിറ്റിൽ വലിയൊരു വേരിയേഷൻ വരാൻ പാടില്ല. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഫ്രൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും അതിന് വിയർ ആൻഡ് ടിയർ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയുന്നതാണ്. സോ 20 ടാബ്ലറ്റ്സ് റൊട്ടാറിൽ വെക്കുന്നു, 100 revolution ആണ്, 4 മിനിറ്റിൽ 25 RPM വെക്കുന്നു. വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കുവാണ് ചെയ്യുക കേട്ടോ. സോ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ഉണ്ട്. സോ ഗുഡ് ക്വാളിറ്റി ആണെങ്കിൽ ലോസ് ഓഫ് വെയിറ്റ് 0.8% ആയിരിക്കുള്ളൂ. 0.8% മാത്രമേ അക്സെപ്റ്റ് ക്രൈറ്റീരിയ ഉള്ളൂ. സോ നിങ്ങൾ ഇതിന്റെ പ്രൊസീജിയർ ഒന്നും പഠിക്കേണ്ട. ഈ ഒരു സ്പെക്ക് പറയുന്നില്ലേ, 0.8, 0.2, 2.5 എന്നൊക്കെ പറയുന്നില്ല, അത് മാത്രം പഠിച്ചു പോയാൽ ഇത്രയാണ് നമുക്ക് ടാബ്ലറ്റ്സിന്റെ ക്വാളിറ്റി ടെസ്റ്റുകൾ വരിക. സോ ആക്ടിംഗ് കണ്ടന്റ്, വെയിറ്റ് യൂണിഫോമിറ്റി, ഹാർഡ്നെസ്, ഫ്രൈബിലിറ്റി ഒക്കെയാണ്. സോ എക്സ്ട്രാ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, അതിൻ്റെ ആ ഒരു സ്പെസിഫിക് പോയിന്റ്സുകൾ മാത്രം വായിച്ചങ്ങ് പോയാൽ മതിയായിരിക്കും, മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയേ ഉള്ളൂ, ടാബ്ലറ്റ്സ് ഫുള്ളി കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.